ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത ജാഗ്രത. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ച വ്യക്തിയെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. കയറ്റുമതി പ്രോത്സാഹന ദൌത്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി ഇന്ത്യയ്ക്ക് 8 ചീറ്റപ്പുലികളെ ബോട്സ്വാന ഇന്ന് കൈമാറും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറക്കും. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ സമ്പൂർണ്ണ മത്സരക്രമം പുറത്തിറക്കി. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന ജാഗ്രത തുടരുകയാണ്. അതിനിടെ ഡൽഹി കാർ സ്ഫോടനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹുണ്ടായ് i20 കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ നബി മുഹമ്മദാണ് എന്ന് സ്ഥിരീകരിച്ചു. സ്ഫോടന സ്ഥലത്തു നിന്നും ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ ഉമറിന്റെ കുടുംബവുമായി യോജിക്കുന്നതാണെന്ന് DNA പരിശോധനയിലൂടെ കണ്ടെത്തി. സ്ഫോടനത്തിന് 11 ദിവസം മുമ്പ് ഇയാൾ കാർ വാങ്ങിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉമറിന് തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നു ഡൽഹി പോലീസ് റിപ്പോർട്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന ജാഗ്രത തുടരുകയാണ്. പ്രധാന വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, പൊതു ഇടങ്ങൾ തുടങ്ങി എല്ലായിടത്തും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ചുവപ്പുകോട്ടയിൽ ഇന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. സുരക്ഷാ കാരണങ്ങളാൽ ഇനിയൊരു അറിയിപ്പ് ലഭിക്കും വരെ ലാൽ കില മെട്രോ സ്റ്റേഷൻ അടച്ചിടും. മറ്റ് സ്റ്റേഷനുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഡൽഹി കാർ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭായോഗം. ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം മന്ത്രിസഭായോഗത്തിൽ 2 മിനിറ്റ് മൌനം ആചരിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് The Cabinet unequivocally condemns this dastardly and cowardly act that has led to the loss of innocent lives. The Cabinet reiterates India's unwavering commitment to a policy of zero tolerance towards terrorism in all its forms and manifestations. The Cabinet also recorded its appreciation for the statements of solidarity and support from many governments around the world. കയറ്റുമതി പ്രോത്സാഹന ദൌത്യത്തിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കയറ്റുമതിക്കാർക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനം. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും വാണിജ്യ മേഖലയെ ശക്തിപ്പെടുത്താനും തീരുമാനം സഹായകമാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കയറ്റുമതി പ്രോത്സാഹന ദൌത്യം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർണായക ധാതുക്കൾക്കുള്ള റോയൽറ്റി നിരക്കുകൾ പുതുക്കാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം സുസ്ഥിരതയും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി ഇന്ത്യയ്ക്ക് 8 ചീറ്റപ്പുലികളെ നൽകുമെന്ന് വ്യക്തമാക്കി ബോട്സ്വാന. ഇന്ന് ബോട്സ്വാനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ ചീറ്റകളുടെ കൈമാറ്റം നടക്കും. ബോട്സ്വാനയിൽ ശ്രീമതി മുർമു പ്രസിഡന്റ് ഡുമ ബോക്കോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ഇന്ത്യയ്ക്ക് ചീറ്റയെ കൈമാറാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. It gives me special pleasure to note that Botswana is to reintroduce cheetahs in India under Project Cheetah. This is a unique wildlife conservation initiative of Government of India which aims to restore the cheetah to India's ecosystem. I must thank President Boko and the people of Botswana to agreeing to send their cheetahs to India. ഇന്ന് ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹവുമായി രാഷ്ട്രപതി സംവദിക്കും. 2025 130 ഭരണഘടനാ ഭേദഗതി ബിൽ, ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ സർക്കാർ ഭേദഗതി ബിൽ എന്നിവ പരിശോധിക്കുന്നതിനുള്ള പാർലമെന്റിന്റെ സംയുക്ത സമിതി ചെയർപേഴ്സണായി BJP MP അപരാജിത സാരംഗിയെ നിയമിച്ചു. 31 അംഗങ്ങൾ ഉൾപ്പെട്ട സമിതിയിൽ BJPയിൽ നിന്ന് 15 MPമാരും NDA സഖ്യകക്ഷികളിൽ നിന്ന് 11 MPമാരും പ്രതിപക്ഷത്തു നിന്ന് 4 MPമാരും ഒരു നോമിനേറ്റഡ് അംഗവും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. വിശദാംശങ്ങളിലേക്ക്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിന് ഉപയോഗിച്ച EVM-കളും വിവിപാറ്റുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ CRPF-ഉം പോലീസും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ട്രോങ് റൂം പരിസരത്തും കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോം 17C-യും EVM ഡാറ്റയും തമ്മിൽ പൊരുത്തക്കേടുണ്ടായാൽ വിവിപാറ്റ് എണ്ണുന്നത് നിർബന്ധമാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ രാജ്യത്താകെ 37 കോടി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആകെ 51 കോടി വോട്ടർമാരുടെ 70%മാണിത്. കേരളത്തിൽ ഇന്നലെ വരെ 1,52,84,874 പേർക്കാണ് ഫോം നൽകിയത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 13-നാണ് വോട്ടെണ്ണൽ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വന്ദേ മാതരം എന്ന ശക്തമായ ആഹ്വാനം ജനങ്ങളുടെ ശബ്ദങ്ങളിൽ മാത്രമല്ല മുഴങ്ങിയത്, മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളിലും അത് പ്രതിഫലിച്ചു. ദേശീയ പതാകയുടെ ആദ്യകാല പതിപ്പുകളിൽ പലതിലും വന്ദേ മാതരം ആലേഖനം ചെയ്തിരുന്നു. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ സമ്പൂർണ്ണ മത്സരക്രമം പുറത്തിറക്കി. ലോസ് ഏഞ്ചൽസിലും ഒക്ലഹോമ സിറ്റിയിലുമായി 49 വേദികളിൽ 36 കായിക ഇനങ്ങൾ നടക്കും. ഒരു നൂറ്റാണ്ടിനു ശേഷം ക്രിക്കറ്റ് ഒളിമ്പിക് നിരയിൽ വീണ്ടും എത്തുന്നു എന്നതാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത. ഉദ്ഘാടന ചടങ്ങ് ജൂലൈ 14-നും സമാപന ചടങ്ങ് ജൂലൈ 30-നും നടക്കും. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പ് റൗണ്ട് 4 ടൈ ബ്രേക്കറിൽ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എർഗേസി, പ്രജ്ഞാനന്ദ, പെൻറ്റല ഹരികൃഷ്ണ എന്നിവർ മാറ്റുരയ്ക്കും. ഉച്ചയ്ക്ക് 3-നാണ് മത്സരം. നേരത്തെ അർജുൻ എർഗേസി ഹംഗറിയുടെ പീറ്റർ ലെക്കോയെക്കെതിരെയും പ്രജ്ഞാനന്ദ റഷ്യയുടെ ഡാനിൽ ഡുബോവിനെതിരെയുമുള്ള മത്സരങ്ങളിൽ സമനില വഴങ്ങിയിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ആരംഭിക്കും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30-നാണ് മത്സരം. രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം നവംബർ 22 മുതൽ 26 വരെ ഗുവാഹത്തിയിൽ നടക്കും. കേരളത്തിനു പുറമെ മാഹിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഛത്തീസ്ഗഡ്, കിഴക്കൻ രാജസ്ഥാൻ, കിഴക്കൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശൈത്യ തരംഗത്തിനുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ദേശീയ തൊഴിൽ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളിലും തൊഴിൽ നിയമ പരിഷ്കരണങ്ങളിലും കേരളം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങൾ അവതരിപ്പിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേരളത്തിന്റെ നിയമനിർമ്മാണ പരിഷ്കാരങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനായി ശബരിമല നട തുറക്കാൻ ഇനി 2 നാൾ മാത്രം ബാക്കി. 14 ദിവസത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തീകരിച്ചു. 20 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പത്തനംതിട്ട ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസിൽ ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഇന്ന് വിധി പറയും. 2024 ജൂലൈയിൽ സർക്കാരിനെ അട്ടിമറിച്ച പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് വിധി. അതേസമയം ഇതിൽ പ്രതിഷേധിച്ച് ഹസീനയുടെ പാർട്ടിയായ ബംഗ്ലാദേശ് അവാമി ലീഗ് ഇന്ന് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി P. കുമാരനും ചിലി അന്താരാഷ്ട്ര സാമ്പത്തിക കാര്യ ഉപമന്ത്രി ക്ലോഡിയ സാൻഹോസയും സാന്റിയാഗോയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. സാമ്പത്തിക വ്യാപാര വികസനം, ഡിജിറ്റൽ പൊതുപരിഹാരങ്ങൾ, സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം എന്നിവ അവലോകനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത ജാഗ്രത. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ച വ്യക്തിയെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. കയറ്റുമതി പ്രോത്സാഹന ദൌത്യത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി ഇന്ത്യയ്ക്ക് 8 ചീറ്റപ്പുലികളെ ബോട്സ്വാന ഇന്ന് കൈമാറും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറക്കും. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ സമ്പൂർണ്ണ മത്സരക്രമം പുറത്തിറക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.